ഇപ്പോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കലാപ്രവർത്തികൾ നാട്ടിലുള്ളവരാണ് എടുക്കുക. നാട്ടിലല്ലെങ്കിലും മലയാളികളായിട്ടുള്ളവർ കേരളത്തിലുള്ളവരാണ് എടുക്കുക. ഇപ്പോ കലാപ്രവർത്തികൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉള്ളവർ വന്ന് ടെൻഡറിൽ പങ്കെടുക്കുന്നു, അവർ പണികൾ ഏറ്റെടുക്കുന്നു. അവരിൽ പലരും ആശ്ചര്യപ്പെടുകയാണ്. കാരണം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അവർ ജോലി നിർവഹിക്കുന്നവരാണ്. അവർക്ക് മറ്റു പ്രദേശങ്ങളിലുള്ള ദുരനുഭവം ഇവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെ ഒരു കരാറെടുത്തു എന്നതിൻ്റെ മേലെ അതുമായി ബന്ധപ്പെട്ട് ഭരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങൾക്ക് അവരുടെ പണം എത്തിച്ചു കൊടുക്കേണ്ടി വരുന്നില്ല. ഇത് അവർ തന്നെ പലരോടും പറയുന്നു എന്ന നിലയും വന്നിട്ടുണ്ട്. പുതിയ അനുഭവം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇത്തരം അനുഭവങ്ങൾ 10 വർഷമായി നിലനിൽക്കുമ്പോൾ അതിന് വലിയ പുതുമ തോന്നില്ല. എന്നാൽ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട ആ അവസ്ഥ നിലനിൽക്കുന്നു. അപ്പൊ ഇവിടെ അത് ഇല്ലാത്തത് കേരളത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന കർക്കശ സമീപനത്തിന്റെ ഭാഗമാണ്. അപ്പൊ സർക്കാരിന്റെ സമീപനം അതാണ് ഈ രംഗത്തെല്ലാമുള്ള അഴിമതി തുടച്ചു നീക്കുന്നതിനിടയാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന പലതരത്തിലുള്ള ശക്തികളുണ്ട്. ഇതിനിടക്കും ചിലര് അഴിമതി നടത്തുന്ന വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടല്ലോ. ഉദ്യോഗസ്ഥ തലത്തിൽ വിവിധ ചുമതലകളുള്ളവർ ആ തരത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതായി കാണാൻ കഴിയും. ചിലര് വിജിലൻസിന്റെ പിടിയിൽപ്പെടുന്നുണ്ട്. ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യം. എന്നാൽ ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇതിൻ്റെ ആ അവസരം അതൊരു സുവർണാവസരമായിട്ടാണ് അവർ കാണുന്നത്. ആ അവസരം നഷ്ടപ്പെട്ടവരുണ്ട്. ആ നഷ്ടപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ഈ അവസരം ഇനിയും ലഭിക്കണം. അപ്പൊ അതിനുള്ള അവസരം തിരിച്ചു പിടിക്കണം എന്ന് ചിന്തിക്കുന്ന നിലയും വരുന്നുണ്ട്. അഴിമതിക്കെതിരെയുള്ള നിലപാട് എന്നത് നമ്മുടെ നാടിൻ്റെ സുതാര്യതയ്ക്ക്, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ചെലവഴിക്കപ്പെടുന്ന പണം മുഴുവൻ ആ രംഗത്ത് തന്നെ ചെലവഴിക്കുന്നതിനെ ഒഴിച്ചുകൂടാത്ത കാര്യമാണ്.